നിങ്ങൾക്ക് ചൂടുള്ള നല്ല മുരുമുര എന്നുള്ള പൊറോട്ടയും ബീഫും കഴിക്കാൻ താല്പര്യമാണോ? പ്രത്യേകിച്ച് കുറച്ച് നല്ല ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിൻ്റെ കൂടെ നാരങ്ങ നീരും കുറച്ച് സാലഡ്സും ഒക്കെ ആയിട്ട് കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണേണ്ട ആവശ്യം. ചിലർക്ക് പൊറോട്ട കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും അവർ മറ്റാരെയും കഴിക്കാൻ സമ്മതിക്കില്ല. അവർ പറയും മൈദയാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, അല്ലെങ്കിൽ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരും, അല്ലെങ്കിൽ ജീവിതശൈലി രോഗം വരും എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ പേടിപ്പിച്ചിട്ട് ചില മുറി വൈദ്യന്മാരും അതുപോലെ തന്നെ ചില നാട്ടുവൈദ്യന്മാരും ചില പ്രകൃതിവാദികളും എല്ലാവരും ഇതിനെ പറഞ്ഞ് പേടിപ്പിച്ച് ഭീകരാവസ്ഥയിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും എന്താണ് യാഥാർത്ഥ്യം? പൊറോട്ട കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശാസ്ത്രീയമായ പഠനങ്ങൾ പൊറോട്ടയെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ മൈദ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്, ഇത് കഴിച്ചാൽ ഡയബറ്റീസ് വരുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ത്രൂ ഔട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് സൈഡ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും ലൂസിയിലേക്ക് സ്വാഗതം. പൊറോട്ട അല്ലെങ്കിൽ കേക്ക്, ബിസ്ക്കറ്റ്, ബ്രെഡ് ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കറിയാം ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. മൈദ എന്ന് പറയുന്നത് ഓൾ പർപ്പസ് ഫ്ലവറിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ്. എങ്ങനെയാണ് ഈ മൈദ ഉണ്ടാക്കുന്നത്? ഈ മൈദ ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെ ചിലർക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. എന്താണ് മൈദ? മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പിൽ നിന്നാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇതിനകത്തുള്ള വ്യത്യാസം? ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ചെടികളിലെല്ലാം അതായത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിലെല്ലാം നമുക്കറിയാം അതിൻ്റെ വിത്ത് അല്ലെങ്കിൽ ആ സീഡിനകത്ത് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ എംബ്രിയോ അല്ലെങ്കിൽ ആ ജേം എന്ന് പറയുന്ന ഭാഗം, ഏതാണോ ചെടിയായി മാറുന്നത്, ചെടിയായി കിളിച്ച് വരുന്നത്. അതിന് ചുറ്റും എൻഡോസ്പേം എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗം, അതിൻ്റെ പുറത്ത് ഉമി അല്ലെങ്കിൽ ബ്രാൻ എന്ന് പറയുന്ന സാധനം. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ഗ്രെയിൻ, ഒരു ഹോൾ ഗ്രെയിൻ എന്ന് പറയുന്ന സാധനമുള്ളത്. ഈ ഗ്രെയിനിനകത്ത് ഉമിയും അതുപോലെ തന്നെ ഉള്ളിലുള്ള ജേമും മാറ്റി കഴിഞ്ഞ് ബാക്കിയുള്ള എൻഡോസ്പേം പൊടിച്ചെടുക്കുകയും അതിനോടൊപ്പം ഒരു പ്രത്യേകതരം അരിപ്പ് വഴി അരിച്ചെടുക്കുകയും ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ മൈദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജേമാണ്. അതിനകത്ത് പ്രോട്ടീനും അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉമിയിൽ അതുപോലെ തന്നെ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. എൻഡോസ്പേമിനകത്ത് എന്താ ഉള്ളത്? മെയിൻലി കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ കാലറീസ് ആണ്. നമുക്ക് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഊർജ്ജമാണ്. ആ ഊർജ്ജം അടങ്ങിയിരിക്കുന്നത് കംപ്ലീറ്റ് എൻഡോസ്പേമിനകത്താണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എൻഡോസ്പേമിൻ്റെ അളവ് അല്ലെങ്കിൽ മൊത്തം കിട്ടേണ്ട ഊർജ്ജത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് വളരെ ആവശ്യമാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഊർജ്ജം മാനേജ് ചെയ്യാറ്? അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ വരവ് ചെലവ് കണക്ക് എന്ന് പറയുന്നത് പോലെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ എന്തുമാത്രം കാലറി അകത്തേക്ക് എടുക്കുന്നു, അത് എന്തുമാത്രം നമ്മൾ ചിലവാക്കി കളയുന്നു, അത് തീർച്ചയായിട്ടും നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് കാലറി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ശരീരത്തിന് ഒരു ജീവിച്ച് പോകണമെങ്കിൽ ആവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ചില ട്രേസ് എലമെൻറ്റ്സ് വേണം. ഇതെല്ലാം കിട്ടിയാൽ മാത്രമേ, ഈ ട്രേസ് എലമെൻറ്റ്സ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. സെലീനിയവും സിങ്കും പോലെയുള്ള കാര്യം വളരെ ചെറുതായിട്ടാണെങ്കിലും നമുക്ക് ട്രേസ് എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് നിത്യേന കിട്ടിയേ പറ്റുള്ളൂ. ഇനി ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് ഊർജ്ജം തരുന്നത്. അതാണ് നമ്മൾ ഈ എൻഡോസ്പേമിൽ നിന്ന് എടുക്കുന്നത്. ഈ ഹോൾ ഗ്രെയിനകത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അപ്പോൾ ബാക്കി ഈ ഹോൾ ഗ്രെയിൻ കഴിക്കുന്നതിനേക്കാളും ന്യൂട്രീറ്റീവ് വാല്യൂ മൈദ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളിൽ കുറവാണെന്ന് വെച്ചാൽ കുറവാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ പൊറോട്ട എടുക്കുമ്പോൾ നമുക്കറിയാം പൊറോട്ടയിൽ മൈദ മാത്രമല്ല ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? പൊറോട്ടയിൽ അതിനകത്ത് എണ്ണയുണ്ടാവും, അതുപോലെ മുട്ട ചേർക്കും, പല കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ കഴിക്കുന്ന സാധനം എങ്ങനെ അബ്സോർബ് ചെയ്യുന്നുള്ളതും കൂടെ നമ്മൾ അറിയണമല്ലോ. ഇതിനെ പ്രധാനമായിട്ട് മനസ്സിലാക്കാനായിട്ട് 2 കാര്യങ്ങൾ അറിയണം. ഒന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, മറ്റൊന്ന് ഗ്ലൈസീമിക് ലോഡ്. GI ആൻഡ് GL എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. എന്താണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ്? ഗ്ലൈസീമിക് ഇൻഡെക്സ് എങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനത്തിൻ്റെ എടുക്കുന്നു. രാത്രി മുഴുവൻ പട്ടിണി ഇരുന്ന അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 പേരിൽ ഒരു 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൊടുക്കുകയാണെന്നിരിക്കട്ടെ. ഇത് കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് ബ്ലഡ് ഷുഗറിനകത്ത് ഒരു സ്പൈക്ക് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ബ്ലഡ് ഷുഗർ കൂടുന്നത് എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. അതെങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നത്? 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കൂടുമ്പോൾ ഇവരുടെ ബ്ലഡ് ഷുഗർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ഒരു റീഡിംഗ് ഉണ്ടാക്കുന്നു. ഈ റീഡിംഗ് എടുത്തതിനെ ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഇതൊരു 2 മണിക്കൂർ സമയം ചെയ്യണം. ഇതിനുശേഷം ഈ ഗ്രാഫിനെ മറ്റൊരു ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് റെഫറൻസ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ റെഫറൻസ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് മാത്രം കൊടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റെഫറൻസ് ഗ്രാഫുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നു. ഈ 2 ഏരിയകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ 100-നകത്ത് ഉള്ള ഒരു വാല്യൂ. 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇല്ലാത്ത ഒരു വാല്യൂ. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമാണ് ഗ്ലൈസീമിക് ലോഡ്. എന്താണ് ഗ്ലൈസീമിക് ലോഡ്?
ഗ്ലൈസെമിക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ സൈസ് നമ്മുടെ ഏതെങ്കിലും ഒരു ആഹാര പദാർത്ഥം എടുത്തതിന് ശേഷം അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിനെ കണ്ടുപിടിക്കുന്നു. ആ കാർബോഹൈഡ്രേറ്റിനെ നേരത്തെ പറഞ്ഞ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഗുണിക്കുന്നു. അതിനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഒരു ഭക്ഷണത്തിനെ ഇത് ഡയബറ്റിസ് ഉള്ളവർക്ക് കഴിക്കാമോ, കഴിച്ചൂടെ, എന്തുമാത്രം കാലറി ഉണ്ട്, എത്രമാത്രം പെട്ടെന്നാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഈ GI ആൻഡ് GL അല്ലെങ്കിൽ ഗ്ലൈസെമിക് ഇൻഡെക്സും ഗ്ലൈസെമിക് ലോഡും മനസ്സിലായ സ്ഥിതിക്ക് നമുക്കൊരു പഠനത്തിലേക്ക് പോകാം. ഈ പഠനത്തിൽ 4 പ്രധാന ആഹാരങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു പഠനമാണ്. അതായത് ഒന്ന് മരിച്ചീനി, മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട, സൗത്ത് ഇന്ത്യൻസിന് വളരെ ഇഷ്ടപ്പെട്ട മരിച്ചീനി, അതുപോലെ പൊറോട്ട, പൂരി, അതുപോലെ വേവിച്ച ചേന. ഈ കാര്യങ്ങളെല്ലാം കൂടെ കമ്പയർ ചെയ്തപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ GI ആൻഡ് GL ഉള്ളതെന്ന് പറയുന്നത് മരിച്ചീനിക്കാണ്. ഈ മരിച്ചീനിക്ക് കുഴപ്പം പറയാത്തവരാണ് പൊറോട്ടയിൽ പറയുന്നത്. പൊറോട്ടയ്ക്ക് എത്രയുള്ളത്? മീഡിയം ടു മോഡറേറ്റ് മാത്രമാണ് അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളത്. അതിനേക്കാൾ കുറവാണ് പൂരിക്ക്, അതിനേക്കാൾ കുറവാണ് ഈ വേവിച്ച ചേനയ്ക്ക്. വേവിച്ച ചേന അല്ലെങ്കിൽ മണ്ണിൽ കുരുത്ത സാധനങ്ങൾ ഡയബറ്റിസ് ആരൊന്നും പേടിച്ചിട്ട് കഴിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ്. ഈ GIയും GLും മാത്രമായിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കൻ ഡയബറ്റിക് സൊസൈറ്റി പോലെയുള്ളവരൊക്കെ പറയുന്നത് അത് മാത്രമല്ല, വേറെയും പല ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ കഴിക്കുന്ന ക്വാണ്ടിറ്റിയും കൂടെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പല മേജർ സയൻറ്റിഫിക് ഓർഗനൈസേഷൻസും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജനറലായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, മറ്റൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈദ വെളുപ്പിക്കാനായിട്ട്, അതായത് വെളുത്ത കളറിലേക്ക് മാറ്റാനായിട്ട് മൈദ പൊടിച്ചെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻഡോസ്പേം പൊടിച്ചെടുത്ത് അരിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു യെല്ലോ പിഗ്മെൻറ്റേഷനുള്ള, അതിനകത്ത് അടങ്ങിയിട്ടുള്ള സാന്തോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ചെറിയ മഞ്ഞ കളറായിരിക്കും. കുറച്ച് കാലം ഇത് പുറത്ത് വെച്ചിരിക്കുകയോ ചാക്ക് കെട്ടി വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മഞ്ഞ എന്നുള്ളത് ഓക്സിഡൈസ് ചെയ്ത് വെള്ള കളറിലേക്ക് മാറും. പക്ഷേ നമുക്ക് കാര്യങ്ങൾ ഫാസ്റ്റ് ആവാനും കുറച്ച് സോഫ്റ്റ് ആവാനും സാധാരണ 4 തരം ബ്ലീച്ചിങ് ഏജൻറ്റ്സ് ഉപയോഗിച്ച് ഇതിനെ ബ്ലീച്ച് ചെയ്ത് വെള്ള കളറിലാക്കും. ഇവിടെയാണ് അടുത്ത പേടി വരുന്നത്. ഈ അടുത്ത പേടിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്സാൻ എന്ന് പറഞ്ഞ ഒരു ഭീകര കെമിക്കലാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ അലോക്സാൻ? നമുക്ക് ഈ ഗ്ലൂക്കോസ് പോലെ തന്നെ അനാലോഗസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ ഇരിക്കുന്ന മറ്റൊരു കെമിക്കലാണ് ഈ അലോക്സാൻ എന്ന് പറയുന്നത്. അത് ഈ ബെൻസോയിക് പെറോക്സൈഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഈ മൈദയുടെ കൂട്ടം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അപ്പോഴാണ് കുറച്ച് പേര് കണ്ടുപിടിച്ചത് ഈ അലോക്സാനാണ് എലികളിൽ ഡയബറ്റിസ് ഉണ്ടാക്കാനായിട്ട് കൊടുക്കുന്നതെന്നുള്ളത്. എലികളിൽ ഡയബറ്റിസ് ഉണ്ടാക്കാനായിട്ട് അലോക്സാൻ കൊടുക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ലാബ് ആനിമൽസിലെല്ലാം നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ്റെ പ്രവർത്തനം വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഇൻസുലിൻ ഇല്ലാത്ത പാൻക്രിയാസിൻ്റെ ബീറ്റാ കോശങ്ങളെ അടിച്ചു കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ അലോക്സാൻ. പക്ഷേ ഇത് സംഭവിക്കുന്നത് GLUT2 എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്പോർട്ടറുള്ള എലികൾ അല്ലെങ്കിൽ അതുപോലത്തെ ലാബ് ആനിമൽസിൽ മാത്രമാണ്. മനുഷ്യനിൽ ധാരാളം പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട്. അലോക്സാൻ ഏത് എമൗണ്ടിൽ കഴിച്ചാൽ പോലും മനുഷ്യന് ഇതിൻ്റെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവില്ല. അലോക്സാന് മനുഷ്യൻ്റെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവില്ല. മാത്രമല്ല അലോക്സാൻ കണ്ട് ഒരിക്കലും മനുഷ്യന് ഡയബറ്റിസ് വരില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും പലരും എലിയിലുള്ള ഈ എക്സാമ്പിൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഭയങ്കര ഭീതി വ്യാപാരമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് മലയാളികൾക്ക് കെമിക്കൽ എന്ന് കേട്ടാലേ പേടിയാണ്. ഉപ്പൊന്നും കെമിക്കലല്ല, പക്ഷേ വേറെ ഏതെങ്കിലും വലിയ പേരുള്ള സാധനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ നെയിം കേട്ട് കഴിഞ്ഞാൽ പേടിയാണെന്നുള്ളതാണ് സത്യം. ശരിക്കും അലോക്സാൻ കൊണ്ട് അങ്ങനെ മനുഷ്യന് യാതൊരു ദോഷവും ഇല്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനകത്ത് അതിനകത്ത് പഠനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആയിട്ടുള്ള പൊറോട്ടയും മരിച്ചീനിയും ഒക്കെ തന്നെ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുള്ള പഠനം കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് പൊറോട്ട കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പൊറോട്ട ഇഷ്ടമാണ്, നല്ല മൊരിമുര എന്നുള്ള പൊറോട്ട കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ കൂടെ, അത് കാർബ് മാത്രമാണ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? പ്രോട്ടീൻ വേണം. അതിനേതെങ്കിലും ഇറച്ചിയോ അല്ലെങ്കിൽ മുട്ടയോ അതുപോലെ എന്തെങ്കിലും കാര്യം കൂടെ കഴിക്കുക. അതിനോട് പിന്നെ ഫൈബർ നഷ്ടപ്പെട്ട ഒരു സാധനമായതുകൊണ്ട് നമുക്കറിയാം മൈദ എന്ന് പറയുന്നത് എൻഡോസ്പേം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാരുകൾ അല്ലെങ്കിൽ ഫൈബർ കിട്ടാനായിട്ട് കുറച്ച് നാരുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ ഉള്ളിയും കുറച്ച് നാരങ്ങ നീരും ഒക്കെ കൂട്ടി വൈറ്റമിൻ സി ഒക്കെ കിട്ടിയോട്ടെ എല്ലാം കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല രുചികരവുമാണ്, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി വിചാരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായി ഇനി നിങ്ങളെ കാണുന്നവരെ ഐ ആം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.